എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ SLC ഫിസിക്സിന്റെ സൗണ്ട് വേവ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലേക്കായിട്ട് നമ്മൾ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സും ട്രാൻസ്വേഴ്സ് വേവ്സും ഒക്കെ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. വീഡിയോസ് കാണാത്തവർ കാണുക കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോവുക കേട്ടോ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് തരംഗങ്ങളുടെ സവിശേഷത. തരംഗങ്ങളുടെ സവിശേഷതകൾ അല്ലെങ്കിൽ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ്. നമ്മൾ ഓൾറെഡി സവിശേഷതകൾ 1-2 കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. അവിടെ നോക്കി ഇതെന്താണ് ഒരു ട്രാൻസ്വേഴ്സ് വേവ് അല്ലെ, ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ്, സമയമാണ്, എക്സ് ആക്സിസിൽ സമയമാണ്, വൈ ആക്സിസിൽ എന്താണ് ഡിസ്പ്ലേസ്മെന്റും ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, നമുക്കറിയാം ഇക്വിലിബ്രിയം പൊസിഷൻ, ഈ ഓ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഇവിടുത്തെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ഇതാ ഒരു വേവ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ്, ഈ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതാ ഇവിടെ പോയി ഇതാ ഇങ്ങനെ വന്ന് ഇവിടം വരും അല്ലെ. അപ്പൊ ഇത്ര ആണെന്നാണ് ഒരു വേവ് അല്ലെങ്കിൽ ഒരു തരംഗം നമ്മൾ പറയുന്നത്. ശരിയാണല്ലോ. അപ്പം ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നുള്ള മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ എന്താണ് തുലന സ്ഥാനത്ത് നിന്നുള്ള പരമാവധി സ്ഥാനാന്തരത്തിന് നമ്മളൊരു പേര് പറയും, എന്താണ് ആംപ്ലിറ്റ്യൂഡ് ആയതി എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ. അപ്പം ആംപ്ലിറ്റ്യൂഡ് ആണ് തരംഗത്തിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മനസ്സിലായല്ലോ. അപ്പൊ ഇതാ നോക്കിയ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ ദ ഫിഗർ which are the points with the maximum displacement from the equilibrium position of the wave? എന്താണ് ചിത്രത്തിൽ തരംഗത്തിന്റെ തുലന സ്ഥാനത്ത് നിന്നും ഏറ്റവും കൂടിയ സ്ഥാനാന്തരത്തേക്കുള്ള ബിന്ദുക്കൾ അല്ലെ. ഏതാണ് ഏറ്റവും കൂടിയ സ്ഥാനാന്തരത്തേക്കുള്ള ബിന്ദുക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? ഇതാണ് തുലന സ്ഥാനം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഏറ്റവും കൂടിയ സ്ഥാനാന്തരം ഏതാണ്? ഇവിടെ വരും. അതായത് ഇതൊരെണ്ണം ഉണ്ട്, എ ഉണ്ട് അല്ലെ. പിന്നെ ഏതാണ് താഴെ അല്ലെ, താഴെ ഉണ്ട്, ഇവിടെ ഉണ്ട്, സി ഉണ്ട്. പിന്നെ ഏതാണ് അതെ ഇവിടെ ഈ ഒരു പോയിന്റും ഉണ്ട് അല്ലെ. ഈ ഒരു വേവിന്റെ ഈ ഒരു ചിത്രമാണ് കൊടുത്തത്, ഒരു സൈക്കിൾ അല്ല പറയുന്നത്, ഈ ഒരു ചിത്രത്തിൽ ഇല്ലേ. അപ്പൊ ഏതൊക്കെയാണ് പോയിന്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? എ ഉണ്ട്, പിന്നെ ഏതാണ് സി ഉണ്ട്, പിന്നെ എന്താണ് ഡി ഉണ്ട്. മനസ്സിലായി. അപ്പൊ ഇത് 3 എണ്ണമാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആംപ്ലിറ്റ്യൂഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ആംപ്ലിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്ന 3 പോയിന്റുകൾ ഏതൊക്കെയാണ്? എയും സിയും ഇയും. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ, തുലന സ്ഥാനത്ത് നിന്നും ഏറ്റവും കൂടുതൽ സ്ഥാനാന്തരം, അതിനെ നമ്മൾ എന്ത് പറയും? ആംപ്ലിറ്റ്യൂഡ്. ഒന്നുകൂടെ പറയാണ് കേട്ടോ, ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ എന്താണ് ആയതി. അതിന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? സ്മോൾ ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലേ, സ്മോൾ ലെറ്റർ എ വെച്ചിട്ടാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതിയെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ്? അപ്പൊ അങ്ങനെയെങ്കിൽ ചിത്രത്തിൽ തരംഗത്തിന്റെ ആയതി എത്രയാണ് വരുന്നത്? എത്രയാണ് ഇവിടെ വരുന്നത്? അതാ നമുക്ക് അളവ് കൊടുത്തിട്ടുണ്ടല്ലോ, 2 സെന്റിമീറ്റർ. ഇങ്ങോട്ട് തന്നെ അല്ലെ 2 സെന്റിമീറ്റർ അല്ലെ. അപ്പൊ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദിസ് വേവ് ഈസ് 2 സെന്റിമീറ്റർ. 2 സെന്റിമീറ്റർ ആണ് ഈ തരംഗത്തിന്റെ ആയതി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സവിശേഷം നമ്മൾ പഠിച്ചു, ഏതാണ്? ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആയതി. ഇനി ഇതേ വേവ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫിഗർ വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ദ പാർട്ടിക്കിൾ ഇൻ ദ മീഡിയം ടു കംപ്ലീറ്റ് 1 വൈബ്രേഷൻ? മാധ്യമത്തിലെ കണിക ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ ഒരു പേര് പറയും, എന്താണ്? ടൈം പീരീഡ് എന്നാണ് പറയുന്നത്. ടൈം പീരീഡ് അല്ലെങ്കിൽ സിംപ്ലി നമ്മൾ എന്ത് പറയാം? പീരീഡ് എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ടി വെച്ച് റെപ്രസെന്റ് ചെയ്യും ഇല്ലേ. അതായത് ഒരു വേവ് എന്താണ്, ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം ഇല്ല, ഒരു ദോലനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയത്തിന് നമ്മൾ എന്ത് പറയും? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടൈം പീരീഡ് അല്ലെങ്കിൽ സിംപ്ലി പീരീഡ് എന്ന് പറയും. ടൈം ഫോർ 1 ഓസിലേഷൻ. മനസ്സിലായല്ലോ. അപ്പൊ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കമ്പനം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? മുമ്പേ പറഞ്ഞു, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയി ഇവിടെ വരുമ്പോഴാണ് ഒരു കമ്പനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ. ഓ തൊട്ട് ഡി വരെ വരുമ്പോഴാണ് ഒരു കമ്പനം അല്ലെങ്കിൽ ഒരു ഓസിലേഷൻ അല്ലെ ആകുന്നത്. മനസ്സിലാവുന്നല്ലോ. അപ്പൊ അതിനെടുക്കുന്ന സമയം എത്രയാണ്? നോക്കിയേ, എക്സ് ആക്സിസിലെ സമയം അല്ലേ കൊടുത്തിരിക്കുന്നത്? എത്രയാണ്? 1 സെക്കൻഡ് അല്ലെ, 1 സെക്കൻഡ്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ടൈം പീരീഡ് എന്നാണ് പറയുന്നത്. വാട്ട് ഈസ് ദ പീരീഡ് ഓഫ് ദ വേവ് ഇൻ ദിസ് ഫിഗർ? അങ്ങനെയാണെങ്കിൽ ചിത്രത്തിലെ തരംഗത്തിന്റെ പീരീഡ് എത്രയാണ് വരുന്നത്? 1 സെക്കൻഡ് തന്നെയല്ലേ തരംഗത്തിന്റെ പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്? എത്രയാണ്? 1 സെക്കൻഡ്. 1 സെക്കൻഡ് കൊണ്ടാണ് ഒരു ഓസിലേഷൻ പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ പീരീഡ് ഓഫ് ദ വേവ് ഈസ് എത്രയാണ്? 1 സെക്കൻഡ്. ക്ലിയർ ആയല്ലോ. അപ്പൊ രണ്ടാമത്തെ സവിശേഷത, ആദ്യത്തെ സവിശേഷത നമ്മൾ പറഞ്ഞു എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ആന്ന് പറഞ്ഞു. രണ്ടാമത്തെ സവിശേഷത എന്താണ്? പീരീഡ്. ഇനി അടുത്തത് നമ്മൾ നോക്കി, ഇതേ ചിത്രം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ചിത്രത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. If the wave shown in the figure takes 1 second to travel from O to D,
അതായത് ഈ വേവ് ഓയിൽ നിന്നും ഇതായതുകൊണ്ട് ഈ ഓയിൽ നിന്നും ഡിയിലെത്താൻ 1 സെക്കൻഡ് സമയം എടുക്കുന്നു. ഓയിൽ നിന്നും ഡിയിലെത്താൻ നോക്കുക, ഓയിൽ നിന്ന് ഡിയിലെത്താൻ 1 സെക്കൻഡ് എടുക്കുന്നു. അപ്പൊ എന്താണ് നമ്മൾ പഠിച്ചതാണ്, നമ്പർ ഓഫ് ഓസിലേഷൻ പെർ സെക്കൻഡ്. 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തിനെ നമ്മൾ ഒരു പേര് പറയും, എന്താണ്? ഫ്രീക്വൻസി അല്ലെ? ഫ്രീക്വൻസി അല്ലെങ്കിൽ എന്താണ്? ആവൃത്തി എന്ന് പറയും. മനസ്സിലാവുന്നല്ലോ? ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി നമ്മൾ എഫ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ 1 സെക്കൻഡിൽ ഓയിൽ നിന്ന് ഡിയിലെത്താൻ 1 സെക്കൻഡ് സമയം എടുക്കുന്നു എങ്കിൽ ആവൃത്തി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1 സെക്കൻഡിലെ ദോലനങ്ങളുടെ എണ്ണം ആണല്ലോ ആവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. 1 സെക്കൻഡ് ഇവിടെയാണ് അല്ലെ? അപ്പൊ 1 സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ ഉണ്ട് ഇവിടെ? ഒരെണ്ണയല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി എത്രയാണ്? 1 ഹെർട്സ് ആണ്. ഫ്രീക്വൻസി എത്രയാണ്? 1 ഹെർട്സ്. മനസ്സിലായല്ലോ? അപ്പൊ മൂന്നാമത്തെ ഒരു സവിശേഷത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫ്രീക്വൻസി ആണ്. ഇത് മൂന്നെണ്ണം നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഡീറ്റെയിലേക്ക് പോകാത്തത്. അപ്പം ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിക്കാം? 1 സെക്കൻഡിൽ എത്ര ദോലനങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര ഓസിലേഷൻസ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതിനെ നമുക്ക് എന്താ പറയുക? ഫ്രീക്വൻസി. ഇവിടെ 1 സെക്കൻഡിൽ ഒരു ഓസിലേഷൻ ആണുള്ളത്. ഒരു ഓസിലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കംപ്ലീറ്റ് സൈക്കിൾ ഇവിടെ പൂർത്തിയായി. ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ വരുന്നതിനാണ് നമ്മൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെ വരുന്നതിനാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1 സെക്കൻഡിൽ എത്ര സൈക്കിൾ ഉണ്ട്? ഒരെണ്ണാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ഫ്രീക്വൻസി എത്രയാണ്? 1 ഹെർട്സ് ആണ്. ഇനി അടുത്ത് നോക്കാം. ഇവിടെ എന്താണ്? ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ആണ്, വൈ ആക്സിലെ ഡിസ്പ്ലേസ്മെന്റും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലാവുന്നല്ലോ? ഇവിടെ നോക്കിയേ, ഈ ചിത്രത്തിൽ നോക്കിയേ, ഈ ഓയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരെ എത്തുന്നുണ്ട്. ഇത് ഇത്രയാണ് ഒരു വേവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എച്ചിലെത്തുമ്പോൾ രണ്ടാമത്തെ വേവ് ആവുകയാണ് ചെയ്യുന്നത് അല്ലേ? നോക്കിയേ, ഒരേ അവസ്ഥയിലുള്ള വേവുകൾ ഇവിടെ എന്താണ്? ട്രഫും ക്രസ്റ്റും ഉണ്ട് അല്ലെ? അപ്പം നോക്കുക, ഒരേ അവസ്ഥയിലുള്ള 2 കണികൾ തമ്മിലുള്ള അകലം, അതിനെ നമ്മൾ എന്ത് പറയും? വേവ് ലെങ്ത് അല്ലെങ്കിൽ ലാംഡ അല്ലെങ്കിൽ തരംഗദൈർഘ്യം എന്ന് പറയും. ഇത് തമ്മിലുണ്ടാവുന്ന ആ ഡിസ്റ്റൻസ് മനസ്സിലാവുന്നുണ്ടോ? അതിനെ നമ്മൾ എന്ത് പറയും? വേവ് ലെങ്ത് എന്നാണ് പറയുന്നത്. വേവ് ലെങ്ത്, വേവിന്റെ ലെങ്ത് തന്നെ. ഒരു വേവ് അല്ലെ? ഇവിടം തൊട്ട് അല്ലെങ്കിൽ ഇവിടം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, ഇവിടം തൊട്ട് ഇവിടം വരുമ്പോ ഒരു വേവാണ്. അതിന്റെ അത്രയും ദൂരം കണ്ടോ ലാംഡ വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ലാംഡ എന്ന് വെച്ച ഒരു ഗ്രീക്ക് ലെറ്റർ ആണ്. ആ വേവ് ലെന്തിന് അല്ലെങ്കിൽ തരംഗദൈർഘ്യം കേട്ടോ. വേവ് ലെന്ത് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് തരംഗദൈർഘ്യം എന്നാണ് കേട്ടോ. തരംഗത്തിന്റെ ദൈർഘ്യം അല്ലെ? ആ പേരിൽ തന്നെയുണ്ട്. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലാംഡ വെച്ചിട്ട്. ലാംഡ എന്നാണ് ഇത് വായിക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു വേവിന്റെ ലെങ്തിനെയാണ് നമ്മൾ വേവ് ലെന്ത് പറയുന്നത്. അത് ഏത് പൊസിഷനിൽ നിന്നാണ് തുടങ്ങുന്നത്, അതേ പൊസിഷൻ അതുപോലെയുള്ള അടുത്ത നെക്സ്റ്റ് പൊസിഷനിലേക്ക് വരുമ്പോഴാണ് ഒരു വേവ് ലെങ്ത് ആകുന്നത്. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടം വരെയാണ് ഒരു വേവ് ലെങ്ത്. ഈ ഒരു പോയിന്റ് ഉണ്ടോ? ടി എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടോ? അപ്പൊ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ പോയിട്ട് തിരിച്ച് ഇവിടെ വരണം, അപ്പോഴാണ് ഒരു വേവ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് എവിടെ നോക്കിയേ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് പോയിട്ട് ഇവിടെ വരുമ്പോഴാണ് ഒരു വേവ് ആവുന്നത്. ഈ ആർ എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടോ? ഈ ആറിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ വന്ന് പോയിട്ട് ഇവിടെ വരുമ്പോഴാണ് അത് ഒരു വേവ് ആവുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആ ഒരു ലെങ്തിനെ നമ്മൾ പറയുന്ന പേരാണ് വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം. നോക്കൂ കേട്ടോ. വേവ് ലെങ്ത് ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് പാർട്ടിക്കിൾസ് വിച്ച് ആർ ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ. സമാന കമ്പനാവസ്ഥയിലുള്ള അടുത്തടുത്ത, അത് പ്രത്യേകം ഓർത്തണം കേട്ടോ, അടുത്തടുത്ത 2 കോൺസിക്യൂട്ടീവ് അടുത്തടുത്ത ഇതായിരിക്കണം കേട്ടോ. 2 കണികൾ തമ്മിലുള്ള അകലമാണ് തരംഗദൈർഘ്യം. ഇറ്റ്സ് എ distance traveled by the wave during the time taken by each particle in the medium to complete one vibration. അതായത് എന്താണ് പറയുന്നത്? മാധ്യമത്തിലെ ഓരോ കണികയും ഒരു കമ്പനം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം. ഒരു കമ്പനം പൂർത്തിയാക്കാൻ സമയം ഏതാണ്? ഇവിടം തൊട്ട് ഇവിടം വരെ വരുമ്പോഴാണ് ഒരു കമ്പനം പൂർത്തിയാക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അത്രയും സമയം കൊണ്ട് ആ വേവ് സഞ്ചരിക്കുന്ന ദൂരമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? തരംഗദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത്. അതിനെ നമ്മള് ഒരു ഗ്രീക്ക് ലെറ്റർ ആണ് കേട്ടോ, ലാംഡ എന്നാണ് വായിക്കുന്നത്. ലാംഡ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി വേവ് ലെങ്തിന്റെ യൂണിറ്റ് എന്താണ്? യൂണിറ്റ് മീറ്റർ തന്നെയാണ് കേട്ടോ. അപ്പൊ അടുത്ത ഒരു സവിശേഷത, അതായത് 4ാമത്തെ ഒരു സവിശേഷതയാണ് വേവിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം. അതിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഇത് ട്രാൻസ്വേഴ്സ് വായതാണ്. നമുക്ക് പറയാം അടുത്തടുത്ത് 2 ക്രസ്റ്റും അല്ലെങ്കിൽ അടുത്തടുത്ത് 2 ട്രഫും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവിൽ നിന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ പറഞ്ഞത്? അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടെ നമുക്കൊന്ന് ആൻസർ ചെയ്യാവേ. അത് നോക്കിയേ, വിച്ച് പാർട്ടിക്കിൾ ഈസ് ഇൻ ദ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ആസ് പാർട്ടിക്കിൾ എ
മനസ്സിലായോ? എ എന്ന കണികയുമായി സമാന കമ്പനാവസ്ഥയിലുള്ള കണിക ഏത്? അപ്പൊ ഇതാണ് എ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുമായിട്ട് സമാന കമ്പനാവസ്ഥയിലുള്ള കണിക ഏതാണ്? ഏത് വരും? ഇതാണ് വരുന്നത്. മനസ്സിലാവും. അപ്പൊ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അവിടുത്തെ വേവ് ലെന്ത്. അപ്പൊ ഏതാണ്? ഇ ആണ് ഇല്ലേ? ഇ ആണ് സമാന കമ്പനാവസ്ഥയിലുള്ളത്. മനസ്സിലായല്ലോ? ഇനി ഇൻ ദ കേസ് ഓഫ് പാർട്ടിക്കിൾ പി എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ കണ്ടോ? പി ഇങ്ങനെയാണെങ്കിൽ പി എന്ന് പറഞ്ഞിരിക്കുന്ന അതേ അവസ്ഥയിലിരിക്കുന്ന അതേ കമ്പനാവസ്ഥയിലുള്ള പാർട്ടിക്കിൾ ഏതാണ്? ക്യൂ ആണ്. അപ്പൊ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടുത്തെ വേവ് ലെന്ത്. ഇനി ഇൻ ദ കേസ് ഓഫ് പാർട്ടിക്കിൾ ബി ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇതാണ് അല്ലേ? ബി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അപ്പൊ ബി എന്ന് വരുമ്പോൾ ഏത് വരും? ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടം വരെ വരുമ്പോഴാണ് അടുത്ത ഒരു വേവ് ആവുന്നത് അല്ലേ? അപ്പൊ ഏതാണ്? എഫ്. ഇവിടെ വരും എഫ്. മനസ്സിലായല്ലോ? ഇപ്പൊ ആറിന്റെ കേസ് വരുവാണെങ്കിൽ ഇവിടെ തൊട്ട് എസ് വരും. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ വേവ് ലെന്ത് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ പിയുമായിട്ട് വരുന്നത് ഓൾക്കോട്ടെ, പിയുമായിട്ട് വരുന്നത് ക്യൂ ആണ്, ബി ആയിട്ട് വരുന്നത് എഫ് ആണ്. അപ്പൊ അങ്ങനെയാണ് വേവ് ലെന്ത് കണ്ടുപിടിക്കുന്നത്. ഇനി അതുപോലെ തന്നെ നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ കേസിൽ പറഞ്ഞു. നമുക്ക് ശരിക്കും ഒരു ഡെഫിനേഷൻ ആയിട്ട് ഇങ്ങനെ വേണമെങ്കിൽ പറയാം. പല ഡെഫിനേഷൻസും ഉണ്ട് കേട്ടോ. ഒരേ അവസ്ഥയിലുള്ള അടുത്തടുത്ത രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ വേവ് ലെന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ട്രാൻസ്വേഴ്സ് വേവ് ആയതുകൊണ്ട് നമുക്ക് പറയാം ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ക്രസ് ഓർ ടു കോൺസിക്യൂട്ടീവ് ട്രഫ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ദ വേവ് ലെങ്ത് ഓഫ് എ ട്രാൻസ്വേഴ്സ് വേവ്. അങ്ങനെയും പറയാം കേട്ടോ. അതായത് രണ്ട് ശൃംഗങ്ങൾ, ഇത് ട്രാൻസ്വേഴ്സ് അല്ല, ട്രാൻസ്വേഴ്സിന്റെ കേസിൽ പറയാം രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് ശൃംഗങ്ങൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് ഗർത്തങ്ങൾ തമ്മിലോ ഉള്ള അകലവും അനുപ്രസ്ഥ തരംഗത്തിന്റെ തരംഗദൈർഘ്യമായിട്ട് നമുക്ക് കണക്കാക്കാം. കോൺസിക്യൂട്ടീവ് അടുത്തടുത്തായിരിക്കണം, അടുത്തടുത്ത ഒരേപോലെയുള്ള കണികൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലാംഡ വെച്ചിട്ടാണ്, യൂണിറ്റ് മീറ്റർ ആണ്. അപ്പൊ പഠിച്ചല്ലോ. നാലാമത്തെ ഒരു സവിശേഷത അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇതിപ്പോ നമ്മൾ ട്രാൻസ്വേഴ്സ് വേവിന്റെ കേസാണ് കണ്ടത്. ഇതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെ കേസിലുണ്ട്. ഇതുണ്ടല്ലോ, ലോഞ്ചിറ്റ്യൂഡൽ വേവ്സിന്റെ കേസിലാണെങ്കിൽ എന്താണ്? കംപ്രഷനും റെയർഫാക്ഷനും അല്ലേ വരുന്നത്. അപ്പം അടുത്തടുത്ത രണ്ട് കംപ്രഷൻ, നോക്കുക, ഇത് കംപ്രഷൻ, അടുത്തടുത്ത രണ്ട് കംപ്രഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ അടുത്തടുത്ത രണ്ട് റെയർഫാക്ഷൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ അതിനെ എന്ത് പറയാം? വേവ് ലെങ്ത് എന്ന് പറയാം. Distance between two consecutive compressions or two consecutive rarefaction is considered as the wavelength of a longitudinal wave. മനസ്സിലായല്ലോ? അടുത്തടുത്ത രണ്ട് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലോ അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? അനുദൈർഘ്യ തരംഗത്തിന്റെ തരംഗദൈർഘ്യം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിന്റെ തരംഗദൈർഘ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തടുത്ത രണ്ട് കണികൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്. മനസ്സിലായല്ലോ? ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഈ ഫിഗറിലെ വിച്ച് റെപ്രസെന്റ് ദ വേവ് ലെങ്ത് ലാംഡ. ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത്, വേവ് ലെങ്ത് ലാംഡ എന്ന് പറയുന്നത് ഏതാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? CR ആണോ RR ആണെന്ന്? ഇതാണ് CR എന്ന് വെച്ചാൽ ഇത് CR ആണോ അല്ലെങ്കിൽ എന്താണ് RR ആണോ എന്ന് ചോദിച്ചു. ഏതാണ്? RR ആണ് ഇല്ലേ? അതായത് റെയർ ഫ്രാക്ഷൻ, അടുത്തടുത്ത് രണ്ട് റെയർ ഫ്രാക്ഷൻ ആണ്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് ഹിയർ CR റെപ്രസെന്റ്. CR എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? പകുതിയല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് പറയാം λ/2. ലാംഡ എന്ന് പറഞ്ഞാൽ രണ്ട് C തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ രണ്ട് R തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വേവ് ലെങ്ത് അല്ലെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത്. C എന്താണ്? കംപ്രഷൻ ആണ്, R റെയർഫാക്ഷൻ. മനസ്സിലായല്ലോ? അപ്പം സിയും ആറും തമ്മിലുള്ളതാണ്, അതിന്റെ പകുതിയാണ്. അതായത് CR എന്ന് വെച്ചാൽ എന്താണ്? λ/2 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് തരംഗ വേഗം അല്ലെങ്കിൽ സ്പീഡ് ഓഫ് വേവ്. ഇതെന്ന് പറയുന്ന അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ, സവിശേഷതയിൽ പെടുന്നതാണ് കേട്ടോ. നമ്മളിപ്പോ ഓൾറെഡി എന്തൊക്കെയാണ് പഠിച്ചത്? പീരീഡ് കണ്ടു, ഫ്രീക്വൻസി കണ്ടു, ആംപ്ലിറ്റ്യൂഡ് കണ്ടു, അതുപോലെ തന്നെ വേവ് ലെങ്ത് കണ്ടു. അടുത്ത അഞ്ചാമത്തെ ഒരു എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ്? തരംഗ വേഗം അല്ലെങ്കിൽ എന്താണ്? സ്പീഡ് ഓഫ് വേവ് എന്ന് പറയാം. മനസ്സിലായല്ലോ? നോക്കാം എന്താന്നുള്ളത്. The speed of a wave is the distance traveled by the wave in 1 second. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരമാണ് തരംഗവേഗം. ഒരു സെക്കൻഡ് കൊണ്ട്. അതായത് ഇപ്പൊ ഇതിങ്ങനെ വേവ് ഇങ്ങനെ പോവാന്ന് വെച്ചാൽ വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുവാണ്. ഇവിടെ ഡിസ്റ്റൻസ് ആണ്, ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ഒരു നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കുവാണ്. അപ്പൊ ഒരു സെക്കൻഡ് സമയത്തിനുള്ള ഈ വേവ് എന്തുമാത്രം ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്, ആ ഒരു ഡിസ്റ്റൻസ് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? തരംഗവേഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ വേവ് എന്ന് പറഞ്ഞിരിക്കുന്നത്.
ക്ലിയർ ആയാ പറഞ്ഞത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാവേ. ഇഫ് എ വേവ് ട്രാവൽ 700 മീറ്റർ ഇൻ 2 സെക്കൻഡ്, വാട്ട് ഇസ് ദ സ്പീഡ് ഓഫ് ദ വേവ്? ഒരു തരംഗം 2 സെക്കൻഡിൽ 700 മീറ്റർ സഞ്ചരിക്കുന്നെങ്കിൽ തരംഗവേഗം എന്ത്? തരംഗവേഗം എന്ന് വെച്ചാൽ എന്താണ്? സ്പീഡ് ഓഫ് എ വേവ് ആണ്. അതിന്റെ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാം? ഡിസ്റ്റൻസ് ബൈ ടൈം തന്നെയല്ലേ? ഒരു സെക്കൻഡ് കൊണ്ട് എന്തുമാത്രം തരംഗം സഞ്ചരിക്കുന്നുണ്ട്, അതല്ലേ തരംഗവേഗം എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത്. അപ്പൊ സ്പീഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം, v = d/t ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു തരംഗം എങ്ങനെയാണ് 2 സെക്കൻഡിൽ 700 മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ സമയം ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട്, 2 സെക്കൻഡ് ആണ് അല്ലെ. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 700 മീറ്റർ ആണ്, കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ സ്പീഡ് എന്ന് വെച്ചാൽ എത്രയാണ്? v = d/t ആണ് നമ്മുടെ ഇക്വേഷൻ. d എന്ന് പറഞ്ഞിരിക്കുന്നത് 700 ആണ്, ഡിവൈഡഡ് ബൈ 2 ആണ്. എത്ര വരും? 350 മീറ്റർ. മനസ്സിലായല്ലോ? അപ്പൊ ഒരു തരംഗം 2 സെക്കൻഡിൽ 700 മീറ്റർ സഞ്ചരിക്കുന്നു. അപ്പൊ അതിന്റെ തരംഗവേഗം എത്രയാണ്? സ്പീഡ് ഓഫ് എ വേവ് എത്രയാണ്? 350 മീറ്റർ ആണ് അതിന്റെ സ്പീഡ് എന്ന് പറയുന്നത്, തരംഗത്തിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്, വേവിന്റെ സവിശേഷതകൾ. അപ്പൊ എന്തൊക്കെയാണ് വേവിന്റെ സവിശേഷതകള്? ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്സ് ആർ എന്തൊക്കെയാണ്? ആംപ്ലിറ്റ്യൂഡ്, അല്ലെങ്കിൽ എന്താണ്? ആയതി, ദെൻ ഫ്രീക്വൻസി ഇല്ലേ, ആവൃത്തി, പീരിയഡ് ഇല്ലേ, പിന്നെന്താണ്? വേവ് ലെങ്ത് അല്ലെങ്കിൽ തരംഗദൈർഘ്യം, പിന്നെന്താണ്? സ്പീഡ് ഓഫ് എ വേവ്, തരംഗവേഗം. അപ്പൊ തരംഗദൈർഘ്യവും തരംഗവേഗവും ഉള്ളു നിങ്ങൾ പഠിച്ചിട്ടില്ലാത്തുള്ളൂ, ബാക്കി കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ മനസ്സിലായല്ലോ? ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ ഉപയോഗിച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്യുന്നതാണ് കേട്ടോ. പ്രോബ്ലംസ് ചെയ്യാൻ നേരത്തെ ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ആ ചിത്രം നോക്കിയിട്ട് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ തരംഗദൈർഘ്യം, ലാംഡ, തരംഗവേഗം, അതിന്റെ ഇക്വേഷൻ ഒക്കെ പഠിച്ചിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ നമ്മൾ വേവിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ സവിശേഷതകളൊക്കെ പഠിച്ചു. ഇനി ഈ സവിശേഷതകളൊക്കെ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. അവിടെ 2 വേവ് തന്നിട്ടുണ്ട്, ചിത്രം നോക്കുക. എ ഉണ്ട്, അതുപോലെ തന്നെ ബി ഉണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാം. നോക്കിയേ, ആദ്യത്തെ ചിത്രം എയിലെ കാര്യമാണ് പറഞ്ഞത്. വാട്ട് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദി വേവ്? എയിലെ തരംഗത്തിന്റെ തരംഗദൈർഘ്യം എത്ര? എയിലെ തരംഗം അല്ലെ, ഇതിങ്ങനെ വേവ് ആണ്. അപ്പൊ ഇതിന്റെ തരംഗദൈർഘ്യം എന്ന് വെച്ചാൽ ഒരു വേവ് അല്ലെ, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ഇവിടം വരെയുള്ള. അപ്പൊ ഇതാണ് അവിടുത്തെ വേവ് ലെങ്ത് അല്ലെങ്കിൽ ലാംഡ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇല്ല, ഇവിടം വരെയുള്ള. അപ്പം ആ വേവ് ലെങ്ത് എത്രയാണ്? തരംഗദൈർഘ്യം എത്രയാണ്? 4 മീറ്റർ ആണ് അല്ലെ, 4 മീറ്റർ ആണ് അവിടുത്തെ തരംഗദൈർഘ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ്? വാട്ട് ഈസ് എ വേവ് ലെങ്ത് ഓഫ് ദി വേവ് ഇൻ ഫിഗർ? സെക്കൻഡ് ഫിഗറിലെ തരംഗത്തിന്റെ തരംഗദൈർഘ്യം, സെക്കൻഡ് ഫിഗർ എന്ന് പറയുമ്പോൾ ഇതാണ്, ഇവിടുന്ന് ഒരു വേവ് ഇവിടം വരെ വന്നു അല്ലെ. അപ്പൊ അതിന്റെ തരംഗദൈർഘ്യം എത്രയാണ്? 2 മീറ്റർ ഇല്ല, എത്രയാണ്? 2 മീറ്റർ. മനസ്സിലായല്ലോ? 2 മീറ്റർ. ഇനി അതുപോലെ തന്നെ ആദ്യത്തെ ഫിഗറിലെ നമുക്കറിയാം ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? 12 ഇവിടെ അല്ലേ, 2 പേഴ്സൺ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 12 മീറ്റർ ആണ്. മനസ്സിലായല്ലോ? ഇഫ് ബോത്ത് ദ വേവ്സ് ടേക്ക് 1 സെക്കൻഡ് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 12 മീറ്റർ, വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ദ വേവ്? 2 തരംഗങ്ങളും ഇത്രയും ദൂരം 12 മീറ്റർ സഞ്ചരിക്കാൻ എത്രയാണ്? 1 സെക്കൻഡ് എടുത്തു. അതായത് 12 മീറ്റർ സഞ്ചരിക്കാൻ 2 വേവും 1 സെക്കൻഡ് എടുത്തു. മനസ്സിലായല്ലോ? എങ്കിൽ ചിത്രത്തിലെ എയുടെ തരംഗത്തിന്റെ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എയുടെ ഫ്രീക്വൻസി എത്ര വരും? ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ഓസിലേഷൻസ് അല്ലേ. അപ്പൊ എത്ര ഓസിലേഷൻ ഉണ്ട്? ഇവിടം വരെ 1, അടുത്തത് ഇവിടെ 1, 2, ഇവിടെ എത്രയാണ്? 3. അപ്പൊ ഫ്രീക്വൻസി കിട്ടും. അപ്പൊ ഫ്രീക്വൻസി എത്രയാണ്? 3 ഹെർട്സ് വന്നു. മനസ്സിലായല്ലോ? ഇനി നോക്കുക അടുത്ത്. വാട്ട് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് ദി സെക്കൻഡ്? രണ്ടാമത്തെ കേസിലെ ഫ്രീക്വൻസി എത്ര വരും? രണ്ടാമത്തെ ഫ്രീക്വൻസിൽ ഇവിടം തൊട്ട് ഇവിടം വരുമ്പോ 1 വന്നു. അടുത്തത് ഇവിടെ 2 ആയി. പിന്നെ ഇവിടം വരെ വന്നപ്പോ 3 ആയി. 4, 5, ഇവിടം വരെ വന്നപ്പോ 6. അപ്പൊ ഫ്രീക്വൻസി എത്രയാണ്? നമ്പർ ഓഫ് ഓസിലേഷൻസ് എത്ര വന്നു? 6 ആണ് വന്നതല്ലേ. അപ്പം 6 ഹെർട്സ്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യത്തെ വേവിന് എന്താണ്? ആദ്യത്തെ വേവിന് വേവ് ലെങ്ത് ഇല്ലേ, വേവ് ലെങ്ത് അവിടെ എങ്ങനെയാണ് നമ്മൾ കണ്ടു? കൂടുതലാണ്. പക്ഷെ ആദ്യത്തെ വേവിൽ എങ്ങനെയാണ്? ഫ്രീക്വൻസി എങ്ങനെയാണ്? ഫ്രീക്വൻസി ഇവിടെ കുറവാണ്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ കേസിൽ വരുമ്പോ എങ്ങനെയാണ്? വേവ് ലെങ്ത് എങ്ങനെയാണ്? രണ്ടാമത്തെ കേസിൽ വന്നപ്പോ വേവ് ലെങ്ത് 2 മീറ്റർ, അതായത് വേവ് ലെങ്ത് അവിടെ കുറഞ്ഞു. പക്ഷെ ഫ്രീക്വൻസി എങ്ങനെയാണ്? ഫ്രീക്വൻസി ഇവിടെ കൂടി. മനസ്സിലായല്ലോ? ക്ലിയർ ആയ പറഞ്ഞു. അപ്പം 2 വേവ് തന്നിട്ടുണ്ട്. രണ്ടിന്റെ നമുക്ക് വേവ് ലെങ്തും ഫ്രീക്വൻസിയും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ഒരേ ദൂരം തന്നെ ട്രാവൽ ചെയ്യുന്നുണ്ട്.
മനസ്സിലായല്ലോ? ഒരേ ദൂരം തന്നെ അത് ട്രാവൽ ചെയ്യുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് അടുത്ത സമയവും തുല്യമാണ്. ഒരേ ദൂരം ട്രാവൽ ചെയ്യുന്നുണ്ട്, അടുത്ത സമയവും തുല്യമാണ്, പക്ഷെ എങ്ങനെയാണ് അതിന്റെ ഫ്രീക്വൻസിയും വേവ് ലെങ്തും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അല്ലേ? തരംഗവേഗം എങ്ങനെയാണ്? സ്പീഡ് ഓഫ് എ വേവ് നമ്മൾ കണ്ടല്ലോ. സ്പീഡ് ഓഫ് എ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരാണ്. ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം എങ്ങനെയാണ്? അതും അവിടെ തുല്യല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഒരേ സമയം ടൈം എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണ്, ഒരേ സമയമാണ്. അതുപോലെ തന്നെ ഡിസ്റ്റൻസ്, ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും ഒരുപോലെയാണ്. അതുപോലെ തന്നെ അതിന്റെ സ്പീഡും, ഇല്ല, സ്പീഡും ഒരുപോലെയാണ്. ഇത് മൂന്നും ഒരുപോലെയാണ്. പക്ഷെ എങ്ങനെയാണ് ഫ്രീക്വൻസിയും വേവ് ലെങ്തും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടത്? ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഒരുപോലെയാണോ? അല്ല, വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയുന്നു, അല്ലേ? അപ്പം നമുക്ക് പറയാം ഇത് മൂന്നും ഒരുപോലെയാണ്. അപ്പൊ നമുക്ക് പറയാം ഇത് മൂന്നും ഒരുപോലെയാണ്. അല്ലെങ്കിൽ സ്പീഡിനെ റിലേറ്റ് ചെയ്ത് പറയുവാണെങ്കിൽ സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, അല്ലെ? സ്പീഡ് അല്ലെ, നമ്മൾ പറഞ്ഞു തരംഗവേഗം ഒരുപോലെയാണല്ലോ, സ്പീഡും തുല്യമാണ്. സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്താന്ന് പഠിച്ചു, ഒരു സെക്കൻഡ് കൊണ്ട് തരംഗം സഞ്ചരിക്കുന്ന ദൂരം, അത് രണ്ടും ഒരുപോലെയാണ്. അപ്പം സ്പീഡ് ഈക്വൽ ആയിരിക്കുമ്പോ, അല്ലെ, സ്പീഡ് ഒരുപോലെ ആയിരിക്കുമ്പോ എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? ഫ്രീക്വൻസിയും വേവ് ലെങ്തും ഒരുപോലെയാണോ? അല്ല. ഫ്രീക്വൻസി എങ്ങനെയാണ്? ഫ്രീക്വൻസി വിപരീത അനുപാതത്തിലായിരിക്കും. ഏതിന്? വേവ് ലെങ്തിന് അല്ലെങ്കിൽ തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ഫ്രീക്വൻസി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വേവ് ലെങ്ത് എന്ന് പറയാം. സ്പീഡ് അവിടെ സ്ഥിരമാണ്, സമയം സ്ഥിരമാണ്, ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പൊ നമുക്ക് പറയാം അത് സ്പീഡും അവിടുത്തെ തരംഗവേഗവും അവിടെ സ്ഥിരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം തരംഗത്തിന്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത്. എപ്പോൾ? സ്പീഡ്, തരംഗവേഗം അവിടെ സ്ഥിരമായിരിക്കുമ്പോൾ. മനസ്സിലായല്ലോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, നോക്കാം. നോക്കിയേ, വിച്ച് വേവ് ഹാസ് എ ലോങ്ങർ വേവ് ലെങ്ത്? എന്താണ് ലോങ്ങർ വേവ് ലെങ്ത് ഉള്ളത്? ഇതിന്, അല്ലെ, നമ്മളൊന്നുകൂടെ പറയാം, ഇതിനാണ് വേവ് ലെങ്ത് കൂടുതൽ, ഇതിന് ഫ്രീക്വൻസി ഇവിടെ കുറവാണ്. ഇതിനിവിടെ വേവ് ലെങ്ത് കുറവാണ്, ഇവിടെ ഫ്രീക്വൻസി കൂടുതലാന്ന് കൊണ്ട്. അപ്പം ഏതിനാണ് ലോങ്ങർ വേവ് ലെങ്ത്? എയ്ക്കാണ് ലോങ്ങർ വേവ് ലെങ്ത്, ഇല്ല, തരംഗദൈർഘ്യം കൂടുതൽ എയ്ക്കാണ്. വിച്ച് ഹാസ് ഹയർ ഫ്രീക്വൻസി? ഏതിനാണ് ആവൃത്തി കൂടുതൽ? രണ്ടാമത്തേനാണ് ആവൃത്തി കൂടുതൽ. എന്ന് പറയാം തരംഗദൈർഘ്യവും ആവൃത്തിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണെന്ന് പറയാം. ഇൻവേഴ്സ്ലി കേട്ടോ, ഇൻവേഴ്സ്ലി പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിപരീത അനുപാതത്തിലായിരിക്കും, അല്ലെ? ക്ലിയർ ആയല്ലോ? രണ്ട് തരംഗങ്ങളും സഞ്ചരിക്കുന്ന ദൂരം സെയിം ആണ്, അല്ലെ? ദൂരം, ഡിസ്റ്റൻസ് സെയിം ആണ്, സമയവും സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? തരംഗവേഗം അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നതും സെയിം ആണ്, അല്ലെ? അതുകൊണ്ട് എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. ഫ്രീക്വൻസി ഏതിന് പ്രപ്പോർഷണൽ ആണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, തരംഗദൈർഘ്യത്തിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. മനസ്സിലായല്ലോ? ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയും. അതാണ് പറഞ്ഞിരിക്കുന്നത്. ദ ടൈം ടേക്കൺ ബൈ ബോത്ത് ദ വേവ്സ് ടു ട്രാവൽ എ ഡിസ്റ്റൻസ് ഓഫ് 12 മീറ്റർ ഈസ് ഈക്വൽ, അല്ലെ? രണ്ട് തരംഗങ്ങളും 12 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ എടുത്ത സമയം തുല്യമാണ്. അപ്പോൾ തരംഗവേഗവും എങ്ങനെയാണ്? അവിടെ തുല്യമാണ്. സ്പീഡ് ഓഫ് എ വേവ് വിൽ ബി ഈക്വൽ. When the speed is constant, ഓർത്തോളൂ കേട്ടോ, frequency of a wave is inversely proportional to the wavelength. വേഗം സ്ഥിരമായിരിക്കുമ്പോൾ തരംഗത്തിന്റെ ആവൃത്തി എങ്ങനെയാണ്? തരംഗദൈർഘ്യത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും. F proportional to എങ്ങനെയാണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ലാംഡ അല്ലെങ്കിൽ F proportional to 1/λ എന്ന് നമുക്ക് പറയാം. അപ്പൊ ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ മനസ്സിലായാലും ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്, ഒന്ന് കൂടുമ്പോ ഒന്ന് കുറയും. ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള റിലേഷൻ കൊണ്ട് ഇനി ഈ ഫ്രീക്വൻസിയും വേവ് ലെങ്തും അതുപോലെ സ്പീഡും തമ്മിലുള്ള റിലേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ക്ലിയർ ആയല്ലോ? അതിനു വേണ്ടി ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രം നമുക്ക് അനലൈസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്, അതിന്റെ ആൻസേഴ്സും നമുക്ക് നോക്കാം. നോക്കിയേ, വാട്ട് ഈസ് എ വേവ് ലെങ്ത് ലാംഡ? ഇവിടുത്തെ വേവ് ലെങ്ത് എത്രയാണ്? ദാ ഇവിടം തൊട്ട് ഇവിടം വരുന്നത് വേവ് ലെങ്ത് എത്രയാണ്? 2 മീറ്റർ, അല്ലെ? വേവ് ലെങ്ത് എത്രയാണ്? 2 മീറ്റർ. ഇനി if the wave takes 1 second to reach A from O, മനസ്സിലായല്ലോ? വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? ഓയിൽ നിന്നും എയിൽ എത്താൻ 1 സെക്കൻഡ് എടുക്കുന്നു. അതായത് ഓയിൽ നിന്നും അതാ നോക്കോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ എത്താൻ വേണ്ടി 1 സെക്കൻഡ് എടുക്കുന്നു. മനസ്സിലായല്ലോ? 1 സെക്കൻഡ് എങ്കിൽ ഫ്രീക്വൻസി, 1 സെക്കൻഡിലെ നമ്പർ ഓഫ് വേവ്സ് അല്ല ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാ നോക്കി, ഇവിടം തൊട്ട് ഇവിടെ വരുമ്പോ 1 വേവ്, ഇവിടം തൊട്ട് 2 വേവ്. ഫ്രീക്വൻസി എത്ര കിട്ടി? 3 ഹെർട്സ്. ഫ്രീക്വൻസി എത്രയാണ്? 3 ഹെർട്സ് എന്ന് കിട്ടി.
മനസ്സിലായല്ലോ. ഇനി is in the speed of a wave the distance traveled by it in 1 second. സ്പീഡ് ഓഫ് എ വേവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചാണ്, ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിച്ച ദൂരം, ഇല്ല, ഒരു സെക്കൻഡിൽ തരംഗം സഞ്ചരിച്ച ദൂരം. ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ എ വരെ എത്തുന്നതിനാണ് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ തൊട്ട് എ വരെ എത്തുന്നതിന് എടുക്കുന്ന സമയമാണ് ഒരു സെക്കൻഡ്. അതിന് സഞ്ചരിച്ച ദൂരമാണല്ലോ തരംഗ വേഗം എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് എ വേവ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ദൂരം എത്രയാണ് ഇവിടെ? 6 മീറ്റർ, ഇല്ല, 6 മീറ്റർ എന്ന് കിട്ടും. ഇനി ഈ വാല്യൂസ് എല്ലാം തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടെന്ന് നോക്കി, എന്തെങ്കിലും ബന്ധം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി. വേവ് ലെന്ത് 2 ആണ്, ഫ്രീക്വൻസി 3 ആണ്, സ്പീഡ് 6 എന്ന്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് പറയാൻ സാധിക്കുമല്ലോ. എങ്ങനെ പറയാൻ സാധിക്കും? ഫ്രീക്വൻസിയും വേവ് ലെന്ത്, ഫ്രീക്വൻസിയും വേവ് ലെന്ത് ഈ 2ഉം 3ഉം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സ്പീഡ് കിട്ടും, അല്ലെങ്കിൽ 6 കിട്ടും, അല്ലേ? 2ഉം 3ഉം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ 6 കിട്ടും. അതായത് വേവ് ലെന്തും, മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. അതായത് വേവ് ലെങ്ത്, ഇല്ലേ, വേവ് ലെന്ത് ആണ് 2 എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫ്രീക്വൻസി 3 ആണ്, അത് ഗുണിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6 കിട്ടും. 2 എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വേവ് ലെങ്ത് ആണ്, ലാംഡ ആണ്. 3 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഫ്രീക്വൻസി ആണ്. ദെൻ സ്പീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 6 ആണ്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് റിലേറ്റ് ചെയ്ത് എഴുതാലോ. വി ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? എഫ് ലാംഡ എന്ന് എഴുതാലോ. വി ഇസ് ഈക്വൽ ടു എഫ് ലാംഡ. മനസ്സിലായല്ലോ. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വി എന്ന് പറഞ്ഞ ഇത് വി, ഇത്രയും വി ആണ്. ഓ തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് ഏതാണ്? വി ആണ്, സ്പീഡാണ്. മനസ്സിലായല്ലോ. നമുക്ക് വേവ് ലെന്ത് എത്രയാണ്? വേവ് ലെന്ത് നമുക്ക് അറിയാം. വേവ് ലെന്ത് ലാംഡ ആണ്. ആ ലാംഡ തന്നെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ആ 3 എണ്ണം എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അവിടുത്തെ ഫ്രീക്വൻസി ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ദിസ് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേവ് ലെന്ത്, ഫ്രീക്വൻസി ആൻഡ് ദ സ്പീഡ് ഓഫ് എ വേവ്. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെച്ചോളൂ. ഇതൊക്കെ പ്രോബ്ലത്തിന് ചോദിക്കാം കേട്ടോ. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ്? തരംഗവേഗം, അല്ലെങ്കിൽ എന്താണ്? സ്പീഡ് ഓഫ് എ വേവ്, ഫ്രീക്വൻസി ആൻഡ് വേവ് ലെന്ത്. തരംഗവേഗം, ആവൃത്തി, അതുപോലെ തന്നെ തരംഗദൈർഘ്യം, ഇവ തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ആവൃത്തിയുടെയും തരംഗദൈർഘ്യത്തിന്റെയും ഗുണനഫലമായിരിക്കും തരംഗവേഗം. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇക്വേഷൻ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പൊ ക്ലിയർ ആയല്ലോ. അപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വേവ് ആണ് നമ്മൾ പഠിച്ചത്. 5 ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടു. എന്തൊക്കെയാണ് കണ്ടത്? ആംപ്ലിറ്റ്യൂഡ് കണ്ടു, ടൈം പീരീഡ് കണ്ടു, ഫ്രീക്വൻസി കണ്ടു, വേവ് ലെങ്ത് കണ്ടു, വി, അല്ലെ, തരംഗ വേഗം കണ്ടു. എല്ലാം എന്താണ്? സവിശേഷതകളാണ്. അതുപോലെ ഫ്രീക്വൻസിയും തരംഗ ദൈർഘ്യവും തമ്മിലുള്ള റിലേഷൻ കണ്ടു, എങ്ങനെയാണെന്ന് കണ്ടു. അതുപോലെ സ്പീഡ് ഓഫ് എ വേവും, പിന്നെന്താണ്? തരംഗ ദൈർഘ്യവും, അതുപോലെ തന്നെ ഫ്രീക്വൻസി, ഇല്ലേ, ആവൃത്തിയും തമ്മിലുള്ള റിലേഷൻ കണ്ടു. ക്ലിയർ ആയല്ലോ. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് ചെയ്യാം. അവിടെ നോക്കിയാ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ് ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻ എ വേവ് അറ്റ് എ പർട്ടിക്കുലർ ടൈം ഈസ് ഡെപിക്റ്റഡ് ഇൻ ദ ഫിഗർ. തരംഗത്തിലെ കണികളുടെ ഒരു പ്രത്യേക സമയത്തെ അവസ്ഥയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് കേട്ടോ. ഇതാണ് ചിത്രം കേട്ടോ. ഹൗ മെനി ക്രസ്റ്റ് ആർ ദർ ഇൻ ദ ഫിഗർ? എന്താണ് ചിത്രത്തിൽ എത്ര ശൃംഗങ്ങൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എത്രയുണ്ടോ? 1, 2, 3, അല്ലെ? എത്ര ശൃംഗങ്ങളാണ്? 3 എണ്ണം. ഇനി ഹൗ മെനി ട്രഫ്സ് ആർ ദർ? എത്ര ട്രഫ് ഉണ്ട്? ഇതൊക്കെ കാണുമ്പോ അറിയാലോ എത്രയുണ്ട്. ഓൾസോ ഗർത്തങ്ങൾ എത്രയാണ്? 3 എണ്ണമാണ് ഉള്ളത്. തരംഗദൈർഘ്യം എത്രയാന്ന് ചോദിച്ചിട്ടുണ്ട്. തരംഗദൈർഘ്യം എങ്ങനെയാണ്? ദാ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വരുന്നു തരംഗദൈർഘ്യം, അല്ലെ? എത്രയാണ്? 8 മീറ്റർ തരംഗദൈർഘ്യം. എവിടുന്ന് വേണമെങ്കിലും എടുക്കാൻ കണ്ടത്, ഇവിടുന്ന് വേണമെങ്കിൽ എടുക്കാം. ഇവിടുന്ന് ഇവിടം വരെ എടുക്കുവാണെങ്കിൽ എന്താണ്? 12 - 4 വരും, 8. മനസ്സിലാവുന്ന? അപ്പൊ എവിടുന്ന് വേണമെങ്കിലും എടുക്കാം, അല്ലെങ്കിൽ ഇത് തമ്മിൽ എടുക്കാം. ഈ 2 ഇതിൽ നിന്ന് എടുക്കാം. ഇതിന്റെ മിഡിൽ പോർഷൻ ഉണ്ട്, അതെ, അല്ലെങ്കിൽ ഇവിടുത്തെ മിഡിൽ പോർഷൻ ഉണ്ട്. ഇതേ മൈനസ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വാല്യൂ കിട്ടും. ഏതെടുത്താലും ഒന്ന് തന്നെയായിരിക്കും. മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഫ്രീക്വൻസി ഓഫ് എ ലോഞ്ചിറ്റ്യൂണൽ വേവ് ട്രാവലിംഗ് അറ്റ് എ സ്പീഡ് ഓഫ് 350 മീറ്റർ പെർ സെക്കൻഡ് ഇൻ ദ എയർ ഈസ് 35 ഹെർട്സ്. എന്താണ്? വായുവിൽ 350 മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു അനുദൈർഘ്യ തരംഗത്തിന്റെ ആവൃത്തി എത്രയാണ്? 35 ഹെർട്സ് ആണ്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. സ്പീഡ് തന്നിട്ടുണ്ട്, അതിന്റെ ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻസ് ഓഫ് ദി വേവ്? ഈ തരംഗത്തിന്റെ അടുത്തടുത്ത 2 ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം എന്താണ്? ഇതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കണ്ടേ. അത് തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതാം. സ്പീഡ് തന്നിട്ടുണ്ട്, വി എത്രയാണ്? 350 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, 35 ഹെർട്സ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? അടുത്തടുത്ത 2 കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള കംപ്രഷൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് എന്താണ്? വേവ് ലെങ്ത് അല്ലേ കണ്ടുപിടിക്കണ്ടേ?
വേവ് ലെങ്ത് ആണ് കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്താണ് കേട്ടോ. അപ്പൊ ഡെഫിനിഷൻ കൂടെ ഒക്കെ കണക്ട് ചെയ്ത് പഠിക്കണം. ലാംഡ ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഇക്വേഷൻ ഉണ്ടല്ലോ ഏതാണ്? വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താൽ ലാംഡാനെ അവിടെ നിർത്തുക. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ വി ബൈ എഫ് എന്നാവും അല്ലെ. ലാംഡാനെ അവിടെ നിർത്തി എഫ് ഇങ്ങോട്ട് പോകും അല്ലെ. അപ്പം ലാംഡ ഈസ് ഈക്വൽ ടു വി ബൈ എഫ്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 350. വി എത്രയാണ്? സ്പീഡ് തന്നിട്ടുണ്ട്, എത്രയാണ്? 350 തന്നിട്ടുണ്ട്. ഫ്രീക്വൻസി എത്രയാണ്? 35 ആണ്. മനസ്സിലായല്ലോ? അപ്പൊ എത്ര വരും? 10 അല്ലെ. 10 മീറ്റർ. 350 ഡിവൈഡ് ബൈ അല്ലെ. അപ്പൊ എത്ര വരും? 10 വരും. ലാംഡ ഈസ് ഈക്വൽ ടു 10 മീറ്റർ. ലാംഡ എന്ന് വെച്ചാൽ എന്താണ്? വേവ് ലെങ്ത് അല്ലെ. അപ്പൊ അടുത്തടുത്ത രണ്ട് കംപ്രഷൻസ് അല്ലെങ്കിൽ എന്താണ് ഉച്ചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം എത്രയാണ്? 10 മീറ്റർ എന്ന് കിട്ടി. എ പാർട്ട് നമുക്ക് കിട്ടി. ഇനി എന്താണ് അതിന്റെ ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത്? എന്താണ്? അടുത്തടുത്ത രണ്ട് നീചമർദ്ദ മേഖലകൾ തമ്മിലുള്ള അകലം എത്രയാണ്? രണ്ട് നീചമർദ്ദ സെയിം തന്നെ അല്ലേ? ഉച്ചമർദ്ദ മേഖല നീചമർദ്ദ മേഖലയുണ്ട് അല്ല. അതില് നോക്കുക, സംശയം ഉണ്ടെങ്കിൽ ഇതാ നോക്കുക. ഉച്ചമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ ഇത് അല്ല, നീചമർദ്ദ മേഖല എന്ന് പറയുമ്പോൾ ഇത് തമ്മിലുള്ള രണ്ടും ഒന്ന് തന്നെയല്ലേ. വാല്യൂ എത്രയാണ്? 10 മീറ്റർ തന്നെ. മനസ്സിലായല്ലോ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. A sound wave with a frequency of 175 Hz has a wavelength of 2 meter. Calculate the speed of sound. 175 Hz ആവൃത്തിയുള്ള ശബ്ദതരംഗത്തിന്റെ തരംഗദൈർഘ്യം 2 മീറ്റർ ആണ്. ശബ്ദവേഗം കണക്കാക്കുക. ഫ്രീക്വൻസി തന്നിട്ടുണ്ട് 175 Hz അല്ലേ. പിന്നെ എന്താണ്? ലാംഡ തരംഗദൈർഘ്യം തന്നിട്ടുണ്ട് 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വി അല്ലേ. സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. വി ഈസ് ഈക്വൽ ടു എഫ് ലാംഡ. ദാറ്റ് ഈസ് ഈക്വൽ ടു 175 ഇൻറ്റു ലാംഡ 2 ആണ്. എത്രയാണ് വരുന്നത്? 350 മീറ്റർ പെർ സെക്കൻഡ് കേട്ടോ. 350 മീറ്റർ പെർ സെക്കൻഡ്. തരംഗവേഗത്തിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ഓർത്തിരിക്കുക കേട്ടോ. മനസ്സിലായല്ലോ? അപ്പൊ യൂണിറ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ആംപ്ലിറ്റ്യൂഡ് അല്ലെ. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ആംപ്ലിറ്റ്യൂഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എ വെച്ചിട്ടാണ്. ആംപ്ലിറ്റ്യൂഡിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. ദെൻ പീരീഡ് അല്ലെ. ടൈം പീരീഡ് അല്ലെങ്കിൽ പീരീഡ് എന്ന് പറയും. ടൈം പീരീഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി വെച്ചിട്ടാണ്. യൂണിറ്റ് സെക്കൻഡ് ആണ്. പിന്നെ എന്താണ്? ഫ്രീക്വൻസി അല്ലെ. ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എഫ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഹെർട്സ് ആണ് അല്ലെ. പിന്നെ വേവ് ലെങ്ത് കേട്ടോ. വേവ് ലെങ്ത് ആണ്. ലാംഡ വെച്ച് റെപ്രസെന്റ് ചെയ്യും. അതിന്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ ആണ്. പിന്നെന്താണ്? സ്പീഡ് ഓഫ് എ വേവ് അല്ലെ. സ്പീഡ് ഓഫ് എ വേവ് തരംഗവേഗം. അതിനെ നമ്മൾ വി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സ്പീഡിന്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്റർ പെർ സെക്കൻഡ്. ഒക്കെ പഠിക്കുക, മനസ്സിലാക്കിയിരിക്കുക. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ്. അപ്പം ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, വാട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക, ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.